വിരുദ്ധ സന്ദേശമുയർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വിപത്താണ് ലഹരി, മയക്കുമരുന്ന് എന്നിവ. ഇതിനെതിരെ കാരക്കുത്തങ്ങാടി VVIP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുടെയും HM-ന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു തെരുവ് നാടകമാണ്. ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒറ്റക്കെട്ടായി ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ കൈകോർക്കാം. കഥാപാത്രങ്ങൾ: രമേശൻ, ഒരുപാട് പുകവലിക്കുന്ന ഒരു മധ്യവയസ്കൻ. സുനിത, രമേശന്റെ ഭാര്യ. ഡോക്ടർ: മകൻ അർജുൻ, മകൾ രാധിക. രംഗം: ഡോക്ടറുടെ ക്ലിനിക്. എന്താണ് അസുഖം? ഡോക്ടറെ, ഒരാഴ്ചയായിട്ട് ഇങ്ങനെയാണ്. നിർത്താതെയുള്ള ചുമ, ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതേ മാറിയും കേൾക്കില്ല. പരിശോധിച്ചു നോക്കട്ടെ. ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് വിഷമാണോ ശരീരത്തിനുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നത്? ഒരു സിഗരറ്റിൽ 7000-ലധികം വിഷവസ്തുക്കളുണ്ടെന്ന് അറിയുമോ? നിക്കോട്ടിൻ നിങ്ങളെ അടിമയാക്കും. നിങ്ങളുടെ ഈ ശീലം കാരണം നിങ്ങളെ തലച്ചോർ, ശ്വാസകോശം എല്ലാം അപകടത്തിലാണ്. ഡോക്ടറെ, പുകവലിക്കരുതെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഓർത്തെങ്കിലും നിർത്തണമെന്ന് അപേക്ഷിച്ചു. ഈ വീടിന്റെ കാര്യങ്ങൾ ആരാണ് നോക്കുക? എനിക്ക് ഇഷ്ടമല്ലാത്ത പുകവലിക്കുന്നത്. എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ അച്ഛന്റെ ദേഹത്ത് പുകയുടെ നാറ്റമുണ്ടാകും. കൂട്ടുകാർ കളിയാക്കും. അച്ഛന്റെ കൂടെ പുറത്ത് വരാൻ പോലും എനിക്ക് മടിയാണ്. അതെ ഡോക്ടറെ, എനിക്കും ഇഷ്ടമല്ല. അച്ഛന്റെ ഈ പുകവലി ഇപ്പോൾ പല അസുഖങ്ങളും ഉണ്ടാകാറുണ്ട്. കണ്ടോ രമേശ, നിങ്ങളുടെ ദുശീലം കൊണ്ട് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളെ കുടുംബത്തെയും അത് ബാധിക്കുന്നു. ഓരോ പുകവലിക്കാരനും തന്റെ പ്രിയപ്പെട്ടവരെ രോഗികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ക്യാൻസർ, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നതിന്റെ ഒക്കെ പ്രധാനം പുകവലി തന്നെ. എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ പേടിയാകും. എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും വിഷമപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഒരിക്കലും പുകവലിക്കില്ല. അതുമതി രമേശ, നിങ്ങളെടുത്ത തീരുമാനമാണ് പ്രധാനം. നിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗിൽ വരണം. അതിനുള്ള മരുന്നുകളുണ്ട്. ഒരിക്കലും വൈകിയിട്ടില്ല. പുകവലി നിർത്തി 24 മണിക്കൂറിനുള്ളിൽ തന്നെ തന്റെ ഹൃദയരോഗം മെച്ചപ്പെടാൻ തുടങ്ങും. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പോകാം. അച്ഛാ, എനിക്ക് നല്ല സന്തോഷമായി.